ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ മാധ്യമ സമ്മേളനങ്ങളും അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോഴും ഞാൻ ആ വിഷയത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ല. മറ്റ് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. ആ വിഷയത്തിൽ KPC പ്രസിഡന്റ്, ഇതേ പറഞ്ഞ KPC പ്രസിഡന്റ് തന്നെയാണ് തനിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയതും ആ പരാതിയുടെ മേലെ നടപടിയെടുത്തോളാൻ DGPയോട് ആവശ്യപ്പെട്ടതും. അതേ KPC പ്രസിഡന്റ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തിയെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനിലേക്കും പോയത്. ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു പാർട്ടിയും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ അജണ്ട ഇതാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. കാരണം മറ്റ് അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ അവരുടെ വീഴ്ചകളെ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകളെ, പ്രാദേശികമായിട്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകളെ ഇല്ലാതാക്കുമെന്ന ഭയ. മുഖ്യമന്ത്രി എന്നിട്ട് കോൺഗ്രസിനെ അകാരണമായി ആക്ഷേപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം എന്ന് വെച്ചാൽ മന്ത്രിസഭയിലും MLA-മാരുടെ പട്ടികയിലും ഓഫീസിലും നോക്കണം. എന്നിട്ട് വേണം മുഖ്യമന്ത്രി കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിക്കാൻ. പക്ഷെ ഞങ്ങൾ അതീവ ഗൗരവതരമായ മറ്റു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. പത്മകുമാറിനെ പോലൊരാൾ ശബരിമല കൊള്ളയിൽ അകത്തായിട്ട് എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം? എന്താണ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അക്കാര്യത്തിലുള്ള നടപടി? ഒരു നടപടി അവർ കാണിക്കട്ടെ. എന്ത് നടപടിയാണ് പത്മകുമാറിനെതിരെ പാർട്ടി സ്വീകരിച്ചത്? ഇതിപ്പോൾ കോടതി മേൽനോട്ടത്തിലുള്ള SIT ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരും. ഇനി അതും വേണ്ട, കോടതി ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പ് തന്നെ പുറത്തു വരുമായിരുന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് അകത്ത് തന്നെ വേറെ ഒരു പരാതി കിട്ടി. നിമിഷ നേരം കൊണ്ട് കൈമാറലില്ല, നടപടികളില്ല, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കലില്ല, സെർച്ച് വാറണ്ട് ഇല്ല. അപ്പോൾ അതിനൊക്കെ എന്ത് ന്യായീകരണമുള്ളത്? ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാധാരണ CPM പ്രവർത്തകൻ പോലും പ്രയാസപ്പെടുന്നത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളുടെ പേരിലാണ്. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും ശ്രീ KC വേണുഗോപാലിനോടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ രണ്ടുപേരും മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു സംവാദമാവാം, സമയവും സ്ഥലവും മുഖ്യമന്ത്രി തീരുമാനിച്ചോ. ഓരോ വിഷയത്തിലുള്ള ഞങ്ങളുടെ സ്റ്റാൻഡിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി, അല്ലെങ്കിൽ അവർ പറയുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുമായി സംവാദമാവാം. അപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ അജണ്ടകൾ കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അഴിമതിയും സ്വജനപക്ഷപാതവും അധികാരത്തിൻ്റെ ധിക്കാരവും കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ആ ശബരിമല സ്വർണ്ണക്കൊള്ളയല്ല ചർച്ചയാവുക, രാഹുൽ വിഷയമാണ് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്? മുഖ്യമന്ത്രിക്ക് അത് ചർച്ചയായാലുണ്ടാവുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ അജണ്ട മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക. മറ്റു വിഷയത്തിലൊരു അജണ്ട ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞു. ഒരാളെ, ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞു. താൽക്കാലിക സസ്പെൻഷനിലോ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു നടപടികൾ. ഇനി ചെയ്യേണ്ടത് അത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഇനി തീരുമാനിക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത് എന്താ? ഇനി ചെയ്യേണ്ട ആ MLA ആക്കിയ കോൺഗ്രസ് നടപടിയെടുത്തില്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി MLA സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കും ഇതേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്കും ആ ചോദ്യം നിങ്ങളുടെ നാവിൽ നിന്നും ആ ചോദ്യം വരുവുള്ളൂ. എന്നാൽ ഈ പറയുന്ന പത്മകുമാർ ശബരിമല കേസിൽ ഇപ്പോൾ ജയിലിലാണ്. അയാൾക്കെതിരെ CPM എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഉത്തരവില്ല, അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നില്ല, അങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. എന്നിട്ട് അത് അജണ്ടയല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാം, ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ? ഉള്ളത് അമ്പലത്തിൻ്റെയും അയ്യൻ്റെയും സ്വർണ്ണവും സ്വത്തും കാക്കാനാണ്. ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട്, അത് നേരത്തെ അറിഞ്ഞിട്ട്, അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വെച്ചിട്ട്, അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട്, പിടിക്കപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ മേലെയുള്ള ആളുകളുടെ പേര് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ, പഴയ MLA-യിൽ, പഴയ ഏരിയ സെക്രട്ടറിയിൽ, പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ഒരാളിൽ എത്തിയിട്ട് ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആരാധനാലയത്തിലെ ലക്ഷങ്ങൾ വന്നു ചേരുന്ന ഒരിടത്ത് നിന്ന് പോലും ഇത്ര കോടിക്കണക്കിന് രൂപയുടെ
അഴിമതി നടത്താൻ ഒരു സർക്കാർ സംവിധാനം കൂട്ടുനിന്നിട്ട് അത് അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അജണ്ട അല്ലാതിരിക്കുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഡെഫിനറ്റ്ലി ഒരു അജണ്ട തന്നെയാണ്. അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. മറ്റു വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യത്തിന് എല്ലാ തവണയും അത്തരം ചോദ്യങ്ങൾ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കും, കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും ഇതുവരെ ചെയ്തവർക്ക് നന്ദി. ഇനി ചെയ്യാനിരിക്കുന്നവർ കൂടി UDF വോട്ട് നൽകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.